ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഡച്ച് ടീമിനെ പറ്റിയാണ്. എല്ലാ വർഷവും നമ്മൾ ഡാർക്ക് ഹോഴ്സ് എന്ന് വിളിക്കുന്നൊരു ടീമാണ്. ഇപ്രാവശ്യം അതേപോലെ പലരും ഡാർക്ക് ഹോഴ്സ് എന്ന് വിളിക്കുന്ന ടീമാണ്. ചരിത്രം നോക്കിയാൽ ഇത്രയും ഭാഗ്യമില്ലാത്തൊരു ടീം വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടോ എന്നുള്ള സംശയമാണ്. 1974 ഫൈനലിൽ എത്തണം ആദ്യമായിട്ട്. വീണ്ടും അടുത്ത വേൾഡ് കപ്പിന് 78 വീണ്ടും ഫൈനലിലെത്തി. 2 പ്രാവശ്യം തോറ്റുപോയി. ആ 2 ടീം നിങ്ങൾ എടുത്തു നോക്കുക, വേൾഡ് ക്ലാസ് ടീമാണ്. ലൈക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ലെജൻസ് ഉണ്ടായിരുന്ന ടീമാണ്. അത്രയും ലെജൻസിനെ വെച്ചിട്ട് എന്തുകൊണ്ട് ഇവർക്ക് ജയിക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. കാരണം എല്ലാ പ്രാവശ്യം വേൾഡ് കപ്പിന് എത്തുമ്പോഴത്തേക്കും നെതർലാൻഡ്സിന് വളരെ നല്ല ടീം ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ വർഷം അത്യാവശ്യം നല്ല ടീം ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാലാണ് തോറ്റുപോയത്. കഴിഞ്ഞ വർഷത്തെ അർജൻറ്റീന വേഴ്സസ് നെതർലാൻഡ്സ് കളി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. വൺ ഓഫ് ദ ബെസ്റ്റ് മാച്ചസ് ആയിരുന്നു. ഈ വർഷം നോക്കുമ്പോൾ അവർക്ക് വളരെ നല്ല ടീമുണ്ട്. ഈ വർഷം അവരെന്താവും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം അവരുടെ ഗ്രൂപ്പ് അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ട് ഗ്രൂപ്പാണ്. നെതർലാൻഡ്സ്, ജപ്പാൻ, സ്വീഡൻ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം അടിപൊളി ടീമുകളാണ്. 3 ടീമിന് അടുത്ത റൗണ്ടിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ മാച്ചിൽ ഓരോ കളികളും ഭയങ്കര ഡിഫിക്കൽട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ജപ്പാൻ വിൽ ബി എ റിയലി ഡിഫിക്കൽട്ട് ഒപ്പോസിഷൻ. അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ സ്ക്വാഡ് മൊത്തത്തിൽ ഇത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവരുടെ സ്ക്വാഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗോൾ കീപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ വെർബ്രൂഗൻ, ഫ്ലെക്കൻ ആൻഡ് റോയസ്. ഇത് 3 അത്യാവശ്യം വെരി ഡീസൻറ്റ് ഗോൾ കീപ്പേഴ്സാണ്. ഫ്ലെക്കൻ ലെവർകൂസൻ്റെ ഗോൾ കീപ്പറാണ്. വെർബ്രൂഗൻ ബ്രൈറ്റൻ്റെ ഗോൾ കീപ്പറാണ്. മിക്കവാറും വെർബ്രൂഗൻ തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഇവരുടെ കഴിഞ്ഞ കുറേ കളികളായിട്ട് വെർബ്രൂഗൻ തന്നെയാണ് ഗോൾ കീപ്പറിൽ നിൽക്കുന്നത്. സോ മോസ്റ്റ് പ്രോബബ്ലി വെർബ്രൂഗൻ തന്നെയായിരിക്കും അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഡിഫൻസിലേക്ക് എടുത്ത് നോക്കാനാണെങ്കിൽ എവരി വൺ ഇസ് എ വേൾഡ് ക്ലാസ് പ്ലെയർ. ഇതിനകത്ത് ആരാണ് വേൾഡ് ക്ലാസ് അല്ലാത്തതെന്നുള്ളത് ഡൗട്ട് മാത്രമേ ഉള്ളൂ. പലരും ലെജൻഡറി പ്ലെയേഴ്സാണ്. വാൻ ഡൈക്ക് ഈസ് എ ലെജൻഡറി പ്ലെയർ, സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഈസ് എ സ്റ്റാർട്ടർ. പക്ഷേ ഇത്രയും അടിപൊളി സ്ക്വാഡിനുള്ളപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ടാലൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് മിസ് ഔട്ടായി പോകും. അതേപോലെ മിസ് ഔട്ടായ പ്ലെയറാണ് ഗിയർട്രുവിഡ, പിന്നെ സ്വെൻ ബോട്ട്മൻ, ഇങ്ങനെ ഡിവ്രി, ഇങ്ങനെ ഇന്റർമിലാൻ ഡിവ്രി, ഇങ്ങനത്തെ കുറേ പ്ലേയേഴ്സിനൊക്കെ പ്ലേസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ദേ ആർ എ വെരി പാക്ഡ് സ്ക്വാഡ് ഇൻ ടേംസ് ഓഫ് ഡിഫൻസ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡിഫൻസിൽ മിക്കവാറും സ്റ്റാർട്ട് ചെയ്യുന്നത് വാൻ ഡൈക്കും വാൻ ഹെക്കെ ആയിരിക്കും. ലെഫ്റ്റ് ബാക്കായിട്ട് പലപ്പോഴും ഞാൻ ആക്കെ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്, വാൻഡവിൻ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. റൈറ്റ് ബാക്കായിട്ട് ടിംബർ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഡംഫ്രീസ് കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. സോ ഇങ്ങനത്തെ പ്ലേയേഴ്സൊക്കെ ഉള്ളത് ആക്ച്വലി ഇവരെല്ലാവരും വളരെ നല്ല പ്ലേയേഴ്സാണ്. ഇതിനകത്ത് ആരും മോശം എന്ന് പറയാനില്ല. ഇപ്പോൾ നിങ്ങൾ നോട്ട് ജസ്റ്റ് ഡിഫെൻസീവ്ലി, ഈ ഡിഫെൻസിൽ കളിക്കുന്ന നിങ്ങൾ ഈ പ്ലേയേഴ്സിൻ്റെ നിങ്ങൾ ഗോൾ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുക. അപ്പോൾ വാൻ ഡൈക്ക് എനിക്ക് തോന്നുന്നു ഈ സീസണിൽ 7 ഗോളും അടിച്ചിട്ടുണ്ട്. വാൻ ഹെക്കെ 3 അസിസ്റ്റ് കൊടുത്തൊരു സെൻറ്റർ ബാക്കാണ്. ടിംബർ അത്യാവശ്യം ഗോൾ അടിച്ചിട്ടുണ്ട് ആർസണലിന് വേണ്ടി. ലെഫ്റ്റ് ബാക്കിൽ നോക്കുകയാണെങ്കിൽ വാൻഡവിൻ 7 ഗോൾ അടിച്ചുള്ള സീസണാണിത്. സോ എവറി പ്ലെയർ ഇൻ ഡിഫൻസ് ക്യാൻ ആക്ച്വലി സ്കോർ ഗോൾസ്. അതൊരു വലിയ പ്ലസ് പോയിൻ്റ് ആണ് നെതർലാൻഡ്സ് ടീമിൻ്റെ. ആൻഡ് ഈ ഡിഫൻസ് ആക്ച്വലി അവർക്ക് പലപ്പോഴും നമ്മൾ പറയും നാച്ചുറൽ ലെഫ്റ്റ് ബാക്ക് ഇല്ല, നാച്ചുറൽ റൈറ്റ് ബാക്കാണോ ഡംഫ്രീസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ക്വസ്റ്റ്യനബിൾ. ബട്ട് സ്റ്റിൽ ഇവർ വളരെ അറ്റാക്കിംഗ് മൈൻഡഡ് പ്ലേയേഴ്സാണ്. ലെഫ്റ്റ് ബാക്ക് ആയാലും റൈറ്റ് ബാക്ക് ആയാലും. വാൻഡവിൻ്റെ കാര്യം എടുത്ത് പറയണം. ബിക്കോസ് വാൻഡവിൻ പലപ്പോഴും സെൻറ്റർ ബാക്കായിട്ടാണ് സ്പേഴ്സിൽ കളിക്കുന്നതെങ്കിലും എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് ഇത്രയും സ്പീഡും ഇത്രയും ഒരു ഫിസിക്കാലിറ്റി ഉള്ള ഡിഫൻഡർ പലപ്പോഴും ലെഫ്റ്റ് ബാക്കിലായിട്ട് കളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് വളരെ കൂടുതലായിരിക്കും. എനിക്ക് പ്രീമിയർ ലീഗിൽ ഒരു പ്രാവശ്യം വാൻഡവിൻ അങ്ങനെ കളിക്കുന്നത് കാണുന്നുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു സ്പേഴ്സിന് ഒരു നല്ല സെൻറ്റർ ബാക്ക് ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് വാൻഡവിനെ അങ്ങനെ കാണാൻ പറ്റാത്തത്. എനിക്ക് തോന്നുന്നു ഈ വേൾഡ് കപ്പിലൊക്കെ എനിക്ക് കുറച്ചുകൂടി വാൻഡവിനെ ലെഫ്റ്റ് ബാക്കിൽ കളിക്കണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒരു പ്രൊഫൈൽ നമുക്ക് പിടികിട്ടും. മേ ബി അടുത്തൊരു ക്ലബിലേക്കൊക്കെ പോകുമ്പോൾ വാൻഡവിനെ ലെഫ്റ്റ് ബാക്ക് കളിപ്പിക്കുന്ന ഒരു സിസ്റ്റത്തിനകത്തേക്കാണ് വാൻഡവിൻ ചെല്ലുന്നതെങ്കിൽ ഐ തിങ്ക് ഹി ക്യാൻ റിയലി എക്സൽ. അങ്ങനത്തെ ഒരു പ്ലെയറാണ് വാൻഡവിൻ. വാൻ ഡൈക്കിൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണമെന്നില്ല. ഹീസ് എ ലെജൻഡറി പ്ലെയർ. ഹി വിൽ ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് അറ്റ് ലെഫ്റ്റ് സെൻറ്റർ ബാക്ക്. റൈറ്റ് സെൻറ്റർ ബാക്കിനകത്ത് ഞാൻ ടിംബർ കളിക്കുന്നത് കണ്ടിട്ടുണ്ട് ആൻഡ് വാൻ ഹെക്കെ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ബട്ട് ടിംബർ കുറച്ചുകൂടി ഒരു ബോൾ പ്ലേയിങ് സെൻറ്റർ ബാക്കാണ്. വാൻ ഹെക്കെയും ഈസ് ഓൾസോ എ വെരി ബോൾ പ്ലേയിങ് സെൻറ്റർ ബാക്ക്. ഇവർ രണ്ടുപേരും ആക്ച്വലി വാൻ ഡൈക്കിൻ്റെ ക്വാളിറ്റിയെ ഭയങ്കരമായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യും. ബിക്കോസ് വാൻ ഡൈക്ക് ഭയങ്കര ഏരിയൽ പ്രസൻസ് ഉള്ളൊരു ഡിഫൻഡറാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബോൾ പ്ലേയിങ് സെൻറ്റർ ബാക്ക് ഉണ്ടെങ്കിൽ അത് ഭയങ്കര നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന എനിക്ക് ഫീൽ ചെയ്യണം. ആൻഡ് റൈറ്റ് ബാക്കിൻ്റെ സൈഡിനകത്ത് ആര് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ബിക്കോസ് ഡംഫ്രീസ് സ്റ്റാർട്ട് ചെയ്യുമോ ടിംബർ തന്നെ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളതാണ്. ഡംഫ്രീസ് കുറച്ചുകൂടി ഒരു അറ്റാക്കിംഗ് ആസ്പെക്റ്റ് കൊടുക്കും ആൻഡ് ടിംബർ ഇസ് മോർ ലൈക്ക് എ ഡിഫെൻസീവ് റൈറ്റ് ബാക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നു നാച്ചുറൽ പൊസിഷൻ കുറച്ചുകൂടി ടിംബറിൻ്റെ പണ്ട് സെൻറ്റർ ബാക്ക് ആയിരുന്നു. പിന്നെ ആർസണലിൽ വന്ന് ആർട്ടേറ്റയാണ് കൺവേർട്ട് ചെയ്തത് റൈറ്റ് ബാക്കിലേക്ക്. സോ ടിംബർ ക്യാൻ പ്ലേ ചെയ്ത റോൾസ്. ടിംബർ ഞാൻ സെൻറ്റർ ഡിഫൻസീവ് മിഡ്ഫീൽഡർ കളിക്കുന്നുണ്ട് അയാക്സിൽ വെച്ച്. ആൻഡ് ടിംബറിൻ്റെ ബ്രദർ ഈസ് ഓൾസോ എ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇൻ മാർസൈൽ. അപ്പോൾ പുള്ളിക്കാരൻ വേണമെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിക്കാം. ആൻഡ് ഓൾസോ ജെറാൽ ഹെറ്റോയുടെ കാര്യം എടുത്തു പറഞ്ഞു. ജെറാൽ ഹെറ്റോ ഇസ് എ റിയലി ഗുഡ് ലെഫ്റ്റ് സെൻറ്റർ ബാക്കായിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. നമ്മൾ ചെൽസിയിൽ 3 at the back കളിക്കുമ്പോൾ ലെഫ്റ്റ് സെൻറ്റർ ബാക്കായിട്ട് കളിക്കുന്ന കണ്ടിട്ടുണ്ട്. സോ ഹീസ് ഓൾസോ എ വെരി വെർസറ്റൈൽ പ്ലെയർ. സോ ഡിഫൻസീവ്ലി എനിക്ക് തോന്നുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ടീംസാണ് ഈ വേൾഡ് കപ്പിന് പോകുന്നതിലുള്ളത്. എവറി പ്ലെയർ ഹാസ് ദെയർ ഓൺ ക്വാളിറ്റി. ഭയങ്കര വേഴ്സറ്റാലിറ്റി ഉള്ള ഡിഫൻസീവ് ലൈനപ്പ് തന്നെയാണ്. ആൻഡ് മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ അഗെയിൻ ഒരു വലിയ സ്റ്റാർ സ്റ്റഡഡ് ടീം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ദ ബെസ്റ്റ് പ്ലെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഡിയോങ് തന്നെയാണ്. പിന്നെ ഗ്രാവൻബർച്ച് ഉണ്ട്. ഗ്രാവൻബർഗ് ഇസ് നോട്ട് ഇൻ എ വെരി ബെസ്റ്റ് ഫോം, പക്ഷേ ഈസ് എ വെരി ടാലൻറ്റഡ് പ്ലെയർ. ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിക്കാൻ പറ്റുന്നൊരു പ്ലെയറാണ്.
ഡിയോങ് ഈസ് വെരി പ്രസ് റെസിസ്റ്റൻറ്റ് പ്ലെയർ, പ്ലേ ഔട്ട് ഫ്രം ദ ബാക്കിനൊക്കെ പറ്റിയൊരു പ്ലെയറാണ് ഡിയോങ്. ആൻഡ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനകത്ത് സാവി സിമൺസിൻ്റെ അഭാവമുണ്ട്. ബട്ട് ഐ ഫീൽ ലൈക്ക് ഇതിനകത്ത് ഗസ് സ്റ്റിൽ എന്ന് പറയുന്ന പ്ലെയറാണ് എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു ബെസ്റ്റ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് ഈ സീസൺ എടുത്ത് നോക്കിയാൽ 14 ഗോൾ അടിച്ചൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. സോ ഹീസ് എ വെരി ത്രെറ്റനിങ് ഗോൾ ഔട്ട്പുട്ട് ആൻഡ് 7 അസിസ്റ്റും ഉണ്ട്. ഒരു ക്രിയേറ്റീവ് പ്ലെയറുമാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു പ്ലെയറിൻ്റെ ഒരു അഭാവം മാത്രമാണ്, ആ ഒരു പ്രൊഫൈലിൻ്റെ അഭാവം മാത്രമാണ് ടീമിന് ഇത്തിരി ഉള്ളത്, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പ്രൊഫൈൽ. സാവി സിമൺസ് ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും അതിനൊരു ആൻസർ ആയനെ. ബട്ട് സാവി സിമൺസ് ഇല്ലാത്തൊരു സ്ഥാനത്ത് ഗസ്റ്റില്ലായിരിക്കും അതിന് കുറച്ചുകൂടി ഇതായിട്ട് വരാം. പിന്നെ വീഫർ ഉണ്ട്. വീഫർ ആക്ച്വലി ബ്രൈറ്റണിൽ റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുന്ന പ്ലെയറാണ്. ബട്ട് ഞാൻ ബ്രൈറ്റൻ്റെ മാനേജർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹീസ് നെതർലാൻഡ്സ് ബെസ്റ്റ് പ്ലെയർ, ഹി ക്യാൻ പ്ലേ എവരിവെയർ എന്ന്. അപ്പോൾ വീഫറിനെ വേണമെങ്കിൽ മിഡ്ഫീൽഡറായിട്ട് കളിപ്പിക്കാം, ഒരു ഡിസ്ട്രക്റ്റീവ് മിഡ്ഫീൽഡറായിട്ട് വേണമെങ്കിൽ കളിപ്പിക്കാം. ഡിറൂൺ കളിക്കുന്നുണ്ട്. ഡിറൂൺ അറ്റ്ലാന്റയുടെ പ്ലെയറാണ്. ഡിറൂൺ ഞാൻ സെൻറ്റർ ബാക്ക് കളിക്കുന്നുണ്ടിട്ടുണ്ട്, നമ്പർ 8 കളിക്കുന്നുണ്ടിട്ടുണ്ട്, നമ്പർ 6 കളിക്കുന്നുണ്ടിട്ടുണ്ട്. ആൻഡ് കൂപ്പ് മൈനസ് പോകുന്നുണ്ട്. കൂപ്പ് മൈനസ് ഞാൻ റൈറ്റ് വിങ് കളിക്കുന്നുണ്ട്, സെൻറ്റർ ബാക്ക് കളിക്കുന്നുണ്ട്. യുവൻറ്റസിൽ അത്ര വലിയ കളിയൊന്നും അല്ല കളിക്കണമെങ്കിലും ഹീസ് എ വെരി റിസോഴ്സ് പ്ലെയർ. എന്ന് വെച്ചാൽ പല പൊസിഷനിലും കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. 6 ആയിട്ടോ 8 ആയിട്ടോ എവിടെ വേണമെങ്കിലും കളിക്കാം. റൈറ്റ് വിങ്ങിൽ കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ പിന്നെ ഉള്ളത് ജസ്റ്റിൻ ക്ലൈവേർട്ടാണ്. ക്ലൈവേർട്ട് ഈസ് ആക്ച്വലി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, വെരി ഡിറക്റ്റ് പ്ലെയർ. ബട്ട് ഹീസ് നോട്ട് ഗോയിങ് ടു സ്റ്റാർട്ട്. എൻ്റെ ഒരു മിഡ്ഫീൽഡ് 3 എന്ന് പറയുന്നത് ഡിയോങ്, ഗ്രാവൻബർച്ച് ആൻഡ് റെയിൻഡേഴ്സ് തന്നെയായിരിക്കും. റെയിൻഡേഴ്സ് ആണ് ഒരു നമ്പർ 8 കളിക്കണമെങ്കിലും ഐ തിങ്ക് ഹീ ക്യാൻ ഗീവ് എ ഡിഫൻസീവ് കവർ. ഈ ടീമിനകത്തൊരു സ്റ്റാർട്ടിങ് ഡിസ്ട്രക്റ്റീവ് മിഡ്ഫീൽഡർ ഇല്ല എന്നുള്ളതാണ് ഒരു കൺസേൺ ആയിട്ടുള്ളത്. ബിക്കോസ് ഡിയോങ്ങിന് എടുത്താലും ഗ്രാവൻബർഗിന് എടുത്താലും ദേ ആർ നോട്ട് ഒരു ഡിസ്ട്രക്റ്റീവ് മിഡ്ഫീൽഡേഴ്സ്, ദേ ആർ എ വെരി ടെക്നിക്കൽ പ്ലേയേഴ്സ്. സോ ഒരു വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടൊരു മിഡ്ഫീൽഡർ ഇല്ല എന്നുള്ളൊരു അഭാവം എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് പിന്നെ ഓഫ് കോഴ്സ് ഫ്രിംപോങ് പോകുന്നില്ല. ഫ്രിംപോങ്ങിന് മേ ബി ഒരു വിങ്ങറായിട്ടോ റൈറ്റ് ബാക്ക് ആയിട്ടൊക്കെ സാധാരണ വിളിക്കാറുള്ളൂ. ബട്ട് ഫ്രിംപോങ് ഈസ് നോട്ട് ഇൻ എ ഗ്രേറ്റ് ഫോം. സോ അതുകൊണ്ടായിരിക്കും ഫ്രിംപോങ് ഇല്ലാത്തത്. ബട്ട് അതല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഈ മിഡ്ഫീൽഡ് ഇസ് ആക്ച്വലി വെരി ബാലൻസ്ഡ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകാൻ പറ്റുന്ന മിഡ്ഫീൽഡാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു എന്തായാലും ഇറ്റ്സ് എ ലോങ് ടൂർണമെൻറ്റ്, 48 ടീമുള്ള ടൂർണമെൻറ്റിനകത്ത് പലർക്കും പല സമയത്ത് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ കവർ ചെയ്യാൻ ആര് വരും എന്നുള്ളതാണ് ചോദ്യം. അവർക്കിപ്പോൾ ഡിയോങ് കൊടുക്കുന്നൊരു സെക്യൂരിറ്റി വേറെ ഏതെങ്കിലും പ്ലെയറിന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ വലിയ ചോദ്യമാണ്. പിന്നെ ഒരു ക്രിയേറ്റീവ് ആസ്പെക്റ്റ് വളരെ മിസ്സിങ് പോലത്തെ ഒരു സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, സാവി സിമൺസ് ഇല്ലാത്തതുകൊണ്ട്. ബട്ട് ഗസ്റ്റിൽ ഈസ് എ വെരി ഡീസൻറ്റ് പ്ലെയർ, ഹി ക്യാൻ ഡു ഇറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അറ്റാക്കേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ദർ ഇസ് ഗാക്പോ, മാലൻ, ബ്രോബി, ഡീപൈ, വെർക്ക്ഹൗസ് ആൻഡ് സമ്മർവിൽ. ഇതിനകത്ത് പലരും കോഡി ഗാക്പോയുടെ കാര്യത്തിൽ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്. പലരും കോഡി ഗാക്പോ കളിക്കുന്നത് കാണുമ്പോൾ തന്നെ ഇവൻ എന്താ കാണിക്കണേ എന്നൊക്കെ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്ന പ്ലെയറാണ്. സോ ഐ വാസ് ബിറ്റ് സർപ്രൈസ്ഡ് കോഡി ഗാക്പോ പോകുന്നത് കണ്ടപ്പോൾ. ഐ ഫീൽസ് ലൈക്ക് സമ്മർവിലാണ് കുറച്ചുകൂടി ആ പൊസിഷന് ഒരു ആപ്റ്റ് പ്ലെയർ. വെസ്റ്റ് ഹാം ഹാഡ് എ റിയലി ടെറിബിൾ സീസൺ, ബട്ട് സ്റ്റിൽ സമ്മർവിൽ വാസ് റിയലി ഗുഡ് ദിസ് സീസൺ എനിക്ക് ഫീൽ ചെയ്തൊരു പ്ലെയറാണ്. ആൻഡ് അവരുടെ ഭയങ്കര ഡിറക്റ്റ് പ്ലെയറാണ് സമ്മർവിൽ. സോ ഐ ഫെൽറ്റ് ഗാക്പോയ്ക്ക് പകരം സമ്മർവിലിന് ഒരു ചാൻസ് കൊടുക്കണം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് സെൻറ്റർ ഫോർവേഡ് എടുത്ത് നോക്കിയാൽ ദർ ഇസ് ബ്രോബി ആൻഡ് ഡീപേ. മാലൻ കളിക്കുന്നുണ്ട്. ബ്രോബി ഈസ് വെരി ഫിസിക്കൽ പ്ലെയർ. ബ്രോബി എന്താ പറയുക, നമ്മൾ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഗോൾ സ്കോറിംഗ് സെൻറ്റർ ഫോർവേഡ് എന്ന് പറയാൻ പറ്റില്ല. ഹീസ് ടാർഗറ്റ് ഫോർവേഡ്. പുള്ളിക്കാരനത് ബോൾ ഇട്ട് കൊടുത്താൽ പുള്ളിക്കാരനത് ഹോൾഡപ്പ് ചെയ്യും എന്ന് ഉറപ്പാണ്. അത്രയും ഭയങ്കര ഫിസിക്കൽ പ്രസൻസ് ആണ്. സണ്ടർലാൻഡിൻ്റെ കൂടെ ഈ സീസൺ 7 ഗോൾ അടിച്ചിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ ഹീസ് എ വെരി ഫിസിക്കൽ പ്രസൻസ്. സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മിക്കവാറും ഡീപ്പൈ തന്നെയായിരിക്കും. ഐ തിങ്ക് നെതർലാൻഡ്സിൻ്റെ മെയിൻ അറ്റാക്കിംഗ് പവർ എന്ന് പറയുന്നത് മിക്കപ്പോഴും ഡീപ്പയുടെ കയ്യിലാണ്. സോ ഹീ ഈസ് വെരി ക്രിയേറ്റീവ് വൈൽ ഹീസ് അറ്റാക്കിംഗ്. അതാണ് പുള്ളിക്കാരൻ്റെ ഏറ്റവും വലിയ ഗുണം. സോ ഡീപ്പൈ ഹാസ് എ റിയലി ഗുഡ് ചാൻസ് അങ്ങനെ കളിക്കുന്ന സമയത്ത്. ആൻഡ് ഓൾസോ റൈറ്റ് വിങ്ങിൽ ആര് കളിക്കും എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ഡോണിയൽ മാലൻ കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും കൂപ്പ് മൈനസ് കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആൻഡ് നോവ ലാങ് ഈസ് ആക്ച്വലി വെരി ഡീസൻറ്റ് അഡീഷൻ. ഈ സീസൺ ഒരുപാട് ഗോളൊന്നും അടിച്ച പ്ലെയർ അല്ല, ഒരു 4 ഗോളൊന്നും അടിച്ചിട്ടുള്ളൂ ഈ സീസൺ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ. ബട്ട് സ്റ്റിൽ ഈസ് എ വെരി ഡീസൻറ്റ് പ്ലെയർ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഫ്രിംപോങ്ങിൻ്റെ മിസ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഫ്രിംപോങ് മേ ബി ഒരു റൈറ്റ് ബാക്ക് കവറിംഗ് ആയിട്ടോ റൈറ്റ് വിങ് കവറായിട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു പ്ലെയർ ആയിരുന്നു. ബട്ട് ഹീ മിസ്സസ് ഔട്ട്. അതൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണെന്നുള്ളത്. എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് ഡിഫൻസിൽ നിന്ന് നമ്മൾ അറ്റാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഡിഫൻസീവ്ലി നമ്മൾ ഈ ടീം ഭയങ്കര സെക്യൂർ ആണെന്ന് പലപ്പോഴും പറയുമ്പോൾ അറ്റാക്കിങ്ങിലാണ് പലപ്പോഴും പ്രശ്നം പറ്റുകയെന്ന് എനിക്ക് ഫീൽ ചെയ്യണം. ബിക്കോസ് ഒരു ഫൈനൽ തേർഡ് പാസ്, ഒരു ഫൈനൽ ക്ലിനിക്കൽ ഫിനിഷർ, അങ്ങനത്തെ ഒരു സാധനമൊക്കെ പലപ്പോഴും മിസ്സിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നെതർലാൻഡ്സിൻ്റെ ഫസ്റ്റ് ഫ്രണ്ട്ലി കഴിഞ്ഞു അൾജീരിയ ആയിട്ട്. അത് കളി അവർ 1-0 തോറ്റു. ആ കളിയുടെ സ്റ്റാറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു ഫിനിഷിംഗ് പ്രശ്നം കാണാമായിരുന്നു. കാരണം അവർക്ക് വലിയ കുറേ ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഒരു കൺവേർട്ട് ചെയ്തില്ല. പൊസിഷൻ ഉണ്ടായിരുന്നു, ചാൻസസ് ക്രിയേറ്റഡ് കൂടുതൽ നെതർലാൻഡ്സിനായിരുന്നു. ബട്ട് സ്റ്റിൽ ദേ ലോസ് ദ ഗെയിം. വേൾഡ് കപ്പിനകത്തേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വെദർ യു ആർ പ്ലേയിങ് അഗെയിൻസ്റ്റ് എനി ടീം, അവർക്കെല്ലാവർക്കും ജയിക്കാൻ ആഗ്രഹം കൂടുതലാണ്. ബിക്കോസ് ഇറ്റ്സ് വേൾഡ് കപ്പ്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനകത്ത് നെതർലാൻഡ്സ് എങ്ങനെ കോപ്പ് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ആൻഡ് മിഡ്ഫീൽഡിനകത്ത് ഒരു എക്സ്ട്രാ ഒരു ലെഗിൻ്റെ ഒരു കുറവുള്ള പോലെ ഫീൽ ചെയ്തു. ഒരു പ്ലെയർ ഹു ക്യാൻ റൺ 90 minutes, ഒരു ഡിസ്ട്രക്റ്റീവ് പ്ലെയർ, അങ്ങനത്തെ ഒരു പ്ലെയറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ദിസ് സ്ക്വാഡ് വുഡ് ഹാവ് ബീൻ മോർ ബാലൻസ്ഡ്. പിന്നെ അറ്റാക്കിങ്ങിൻ്റെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫ്ലെമിംഗ് ഒരു വലിയ മിസ്സായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് ബേൺലിയുടെ കൂടെ ചെയ്യാൻ ഫ്ലെമിങ്ങിന് ആക്ച്വലി നല്ല
ഒരു ഗോൾ സ്കോറിംഗ് റെക്കോർഡ് ഉണ്ടായിരുന്നു സീസൺ. എനിക്ക് തോന്നുന്നു 11 ഗോൾസ് ഒന്ന് അടിച്ചിട്ടുണ്ട്. അത് റെലിഗേറ്റ് ആയ ഒരു ടീമിൻ്റെ കൂടെ വളരെ മോശം സീസണിൽ അവർക്ക് വേണ്ടി 11 ഗോൾ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രീമിയർ ലീഗിൽ ഇറ്റ്സ് എ ഹ്യൂജ് തിങ്. വേഖോസ്റ്റ് ആ സമയം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഗോൾ അടിച്ച് സെൻറ്റർ ഫോർവേഡ് അല്ല, ബട്ട് ഹി ഹാസ് ദാറ്റ് എക്സ്പീരിയൻസ്. 33 വയസ്സുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടാണ് എന്താ കാണിക്കാൻ പറ്റുക എന്നുള്ളത്. ബട്ട് ഐ ഫെൽറ്റ് ലൈക്ക് ഫ്ലെമിംഗ് ആക്ച്വലി ഡിസേർവ്ഡ് എ കോൾ അപ്പ് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കഴിഞ്ഞൊരു 3 മാച്ച് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ദേ ഹാവ് കൺസിഡർഡ് ഗോൾസ്. ഇപ്പോൾ കഴിഞ്ഞ അൾജീരിയയുടെ കളി എടുത്ത് നോക്കി കഴിഞ്ഞാലും ഇക്വഡോർ ആയിട്ടുള്ള കളി എടുത്ത് നോക്കി കഴിഞ്ഞാലും അതിന് മുന്നേ നോർവേ ആയിട്ടുള്ള കളി എടുത്ത് നോക്കി കഴിഞ്ഞാലും ആ കളി അവർ ജയിച്ചു. സ്റ്റിൽ ദേ കൺസിഡർഡ് ഗോൾസ്. സോ ദാറ്റ് ഇസ് എ വറി. പക്ഷേ ആ ഗെയിമിൻ്റെ ഒക്കെ ലൈനപ്പ് നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറെൻറ്റ് ലൈനപ്പാണ്. ഇതൊന്നും ഒരു സ്റ്റേബിൾ ലൈനപ്പ് അല്ല. പലപ്പോഴും വേൾഡ് കപ്പിന് മുന്നേ കളിക്കുന്ന കളികളിലൊക്കെ എപ്പോഴും ഭയങ്കര എക്സ്പെരിമെൻറ്റിംഗ് ആയിരിക്കും. ഇപ്പോൾ അൾജീരിയ ആയിട്ടുള്ള കളിച്ച കളിയിൽ വാൻഡൈക്ക് മാൻഹക്കെ പെയറിംഗ് ആയിരുന്നു. വീഫർ റൈറ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് വാൻഡവിൻ ലെഫ്റ്റ് ബാക്ക് തന്നെയായിരുന്നു. അതിന് മുന്നത്തെ ലിക്വിഡാറായിട്ടുള്ള കളി നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ബാക്ക് ലൈൻ സ്റ്റാർട്ട് ചെയ്ത് വാൻഡൈക്കും ഡിവ്രി ആയിരുന്നു. ഡിവ്രി ഈസ് നോട്ട് ഗോയിങ് ഫോർ ദ വേൾഡ് കപ്പ്. ആൻഡ് നിങ്ങൾ മിഡ്ഫീൽഡ് നോക്കി കഴിഞ്ഞാൽ ഷൂട്ടൻ കളിച്ചിട്ടുണ്ട്, സിമൺസ് കളിച്ചിട്ടുണ്ട്. ഈ 2 പ്ലേയേഴ്സും ഇല്ല. ആൻഡ് മാലൻ റൈറ്റ് വിങ്ങിൽ കളിച്ചൊരു ഗെയിമാണ്. ബ്രോബിയാണ് നടുക്ക് സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുന്നത്തെ ഗെയിം നോർവേ ആയിട്ടുള്ള കളിച്ച കളിയിൽ ദേ വോൺ 2-1. ആ കളി അവിടെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വാൻഡൈക്ക് സ്റ്റാർട്ടഡ്. വാൻഡൈക്ക് വാൻഹക്കെ ആയിരുന്നു പെയറിംഗ്. ഡംഫ്രീസ് ആയിരുന്നു റൈറ്റ് ബാക്ക് ആയിട്ട് കളിച്ചത്. വാൻഡവിൻ അഗെയിൻ ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ടാണ് കളിച്ചത്. പിന്നെ മിസ് എന്ന് പറയുന്ന എടുത്തു പറയേണ്ട ഒരു പ്ലെയറാണ് കീ സ്മിത്ത്. കീ സ്മിത്ത് നമ്മളെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടാലൻ്റാണ്. പല വലിയ ക്ലബ്ബ് നോട്ട് ഔട്ട് ആക്കുന്ന ഒരു പ്ലെയറാണ്. ഒരു നമ്പർ 8 പൊസിഷനിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. സോ ഹീ ഈസ് ആക്ച്വലി എ ബിഗ് മിസ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് ഈ വേൾഡ് കപ്പിനകത്ത് എനിക്ക് തോന്നുന്നത് കീ സ്മിത്തിന് ആക്ച്വലി വലിയ റോൾ വഹിക്കാൻ പറ്റുമായിരുന്നു. ഹീസ് വെരി യങ്, 20 വയസ്സുള്ളൂ. AZ അലക്മാറിൻ്റെ പ്ലെയറാണ്. സോ മേ ബി ഈ വേൾഡിനെ അറിയിക്കുന്നൊക്കെ ഒരു ടൈമായിരുന്നു. പല യങ്സ്റ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കീ സ്മിത്ത് ഷുഡ് ഹാവ് ഗോട്ടൺ എ ചാൻസ് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ആൻഡ് സോ അതാണ് ഇപ്പോൾ ഇവർ പല ഗെയിംസിനകത്ത് വെറുതെ അനാവശ്യ ഗോൾസ് കൺസീഡ് ചെയ്യുന്നതിൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എത്രത്തോളം വലിയ ഡിഫൻസീവ് പേരുകളുണ്ടെന്ന് പറഞ്ഞാൽ പോലും പല സമയത്തും അവർ സില്ലി ഗോൾസ് കൺസീഡ് ചെയ്യുന്നതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആക്ച്വൽ മാച്ച് തുടങ്ങുമ്പോൾ ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ്. അതിനകത്ത് അവരെങ്ങനെ കളിക്കുമെന്ന് നോക്കാം. ഓഫ് കോഴ്സ് അവരുടെ ഗ്രൂപ്പ് ഭയങ്കര ടഫാണ്. ജപ്പാൻ, സ്വീഡൻ, ടുണീഷ്യ ഈ ടീമിനെയൊക്കെ മറികടക്കണം എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ്. ജപ്പാൻ ഇസ് ആക്ച്വലി വെരി നൈസ് ടീം. സ്വീഡനിലും ആക്ച്വലി കളിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. സോ ഈ ഗ്രൂപ്പിൽ അവരെങ്ങനെ കളിക്കും എന്നുള്ളത് തീരുമാനിച്ചിരിക്കും അവരുടെ അത് കഴിഞ്ഞിട്ടുള്ള ജേർണി. ഒരു വലിയ ഫോർമാറ്റ് ടൂർണമെൻറ്റ് വരുമ്പോഴത്തേക്കും ടീംസ് ഹാവ് ടൈം ടു റെക്ടിഫൈ. ഇപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഓവർ ദ കോഴ്സ് ഓഫ് ദ വേൾഡ് കപ്പ് അത് തിരുത്താൻ പറ്റുന്നൊരു വലിയ ടൂർണമെൻറ്റാണ്. സോ നമ്മളിപ്പം PSG എക്സാമ്പിൾ പറയില്ല. PSG കഴിഞ്ഞ 2 ചാമ്പ്യൻസ് ലീഗിൽ ഒരു ടോപ്പ് 8 ഫിനിഷ് ചെയ്ത ടീമല്ല, ബട്ട് സ്റ്റിൽ ദേ വെന്റ് ഓൺ ടു വിൻ ദ കപ്പ്. സോ അതേപോലെ ചാൻസ് കിട്ടും എന്ന് തോന്നുന്നു പല ടീംസിനും. സോ നെതർലാൻഡ്സിന് അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ലൈക്ക് ഈവൻ ഇഫ് ദേ ഫിനിഷ് 3rd, അവരിപ്പോൾ പല സാധനങ്ങൾ റെക്ടിഫൈ ചെയ്താൽ മേ ബി ദേ ക്യാൻ ഗോ ഓൺ, കുറേ റൗണ്ട് കടക്കാൻ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. ബിക്കോസ് അത് അങ്ങനത്തെ ഒരു ടൂർണമെൻറ്റാണ്. വലിയ ടൂർണമെൻ്റ് ആകുമ്പോൾ ഇങ്ങനെ വലിയ സ്ക്വാഡുള്ള ടീമിനൊക്കെ അത് വലിയ ഉപകാരമാവും. ബിക്കോസ് ദേ ക്യാൻ റെക്ടിഫൈ. അവർക്ക് അതിനുള്ള റിസോഴ്സൊക്കെ ഉണ്ട്. ചെറിയ ടീമിന് അങ്ങനെയല്ല. ചെറിയ ടീമിനകത്ത് റിസോഴ്സ് വളരെ കുറവായിരിക്കും. അവർക്ക് അത് വെച്ച് മാനേജ് ചെയ്യണം. ഇങ്ങനത്തെ ടീംസിനൊക്കെ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് PSG എനിക്ക് തോന്നുന്നത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു ടീമിൻ്റെ റിവ്യൂവുമായി വീണ്ടും കാണാം.